Hello everyone, welcome to Sabina's Storybook and the new year 2025 is approaching. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഇയർ അല്ലെങ്കിൽ ഓരോ വർഷത്തിൻ്റെ ഈ ഒരു സമയം എന്ന് പറയുന്നത് മോസ്റ്റ് പീപ്പിൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പലരും പല റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും, വിഷൻ ബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പല കാര്യങ്ങളും ഒരു ലുക്ക് ബാക്ക്, ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ലുക്ക് ബാക്ക് ചെയ്യുന്നതും, അതല്ലാതെ വരുന്ന ഇയർ എങ്ങനെയായിരിക്കണമെന്ന് ആ ഒരു ഇയറിന് വേണ്ടിയിട്ട് പ്ലാൻസൊക്കെ സെറ്റ് ചെയ്യും, ഗോൾസൊക്കെ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ സമയമെന്ന് പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ന്യൂ ഇയർ ബിഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതി തന്നെ നമുക്ക് സ്വിച്ച് ഇട്ടതുപോലെ നമുക്ക് ഉള്ള എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ഒരു പുതിയ നല്ല ഹാബിറ്റ് ഇടിച്ച് കയറ്റാനോ നമുക്ക് സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഥവാ അങ്ങനെ ചെയ്താൽ പോലും അതിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, അത് ലോങ്ങവിറ്റി ഉണ്ടാവില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മളത് മതിയാക്കി അങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുത്തിരുന്ന കാര്യം തന്നെ മറന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും അല്ലെങ്കിൽ ഒരു ഡേറ്റ് മാറി, ഒരു കലണ്ടർ മാറി, പുതിയൊരു കലണ്ടർ വരുമ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ച് സ്വിച്ച് ഇട്ട പോലൊരു ചേഞ്ചൊന്നും ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഗ്രാജ്വലി നമുക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ പല കാര്യങ്ങളിലും ആ ഒരു ചേഞ്ച് ഗ്രാജ്വലി വരുത്താം. അതിന് എനിക്ക് തോന്നുന്നു ഒരു 2025 നമ്മുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി 2024 ഡിസംബറിൽ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അതിനോട് ആ ശീലങ്ങളോടൊക്കെ നമുക്ക് പൊരുത്തപ്പെടാനും അത് പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു റൊട്ടീനായിട്ട് മാറാനും ഒക്കെ സഹായിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ന്യൂ ഇയർ ബിഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്വിച്ചിട്ട പോലെ നമ്മളിലേക്ക് നമുക്ക് ശീലമില്ലാത്ത പല കാര്യങ്ങളും ഇടിച്ചു കയറ്റി അത് നടപ്പിലാക്കി എടുക്കാം എന്ന് ധരിച്ചാൽ അത് നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അഥവാ സാധിച്ചാൽ തന്നെ അതിനൊരു ലോങ്ങവിറ്റിയും കൺസിസ്റ്റൻസിയും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ന്യൂ ഇയർ മാത്രമല്ല, എല്ലാ ദിവസവും പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. നമുക്ക് എവിടെയെങ്കിലും പിശകുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് എല്ലാ ദിവസവും എന്ന് കൺസിഡർ ചെയ്യുക. നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷനിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആ ഒരു ഗോൾസിലേക്ക് നമുക്ക് എത്താനോ അതിനുവേണ്ടി പ്രയത്നിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിച്ചില്ല. അത് ഒരു മിഡ് സമയത്ത് ഈ വരുന്ന ഇയറിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു മിഡിൽ പോർഷനിൽ വെച്ചാണ് നമുക്കത് റിയലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡോണ്ട് വെറി, ഇമീഡിയറ്റ്ലി തന്നെ നമുക്കെപ്പോഴും ഒരു പോസ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം എല്ലായ്പ്പോഴും നമുക്ക് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പോസ് ചെയ്ത് എല്ലാ ദിവസവും ഓരോ ഓപ്പർച്യൂണിറ്റീസായിട്ട് കണ്ട് വീണ്ടും നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. കഴിഞ്ഞ വർഷം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന നിങ്ങൾ കഴിഞ്ഞ വർഷം എടുത്ത ഏതെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നിങ്ങൾക്ക് അത് പാലിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതോർത്ത് വിഷമിക്കരുത്. ഓരോ വർഷവും പുതിയ വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം ഓരോ ഓപ്പർച്യൂണിറ്റീസായിട്ട് കൺസിഡർ ചെയ്യുക. ചിലപ്പോൾ അന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാനോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനോ ഒന്നും നിങ്ങൾ ചിലപ്പോൾ പ്രിപ്പയർഡ് ആയിരുന്നിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ പോയത് എന്ന് കരുതി ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ വെറുതെയാണ്, നമ്മളത് എഴുതുന്നതിലൊന്നും കാര്യമില്ല, നമ്മളത് ചെയ്യാൻ പോകുന്നില്ല, അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ടതില്ല. അതിന് പകരം നമുക്ക് നിങ്ങളുടെ ആ തീരുമാനങ്ങളൊക്കെ തന്നെ, ആ വിഷൻസും ആ ഗോൾസ് എല്ലാം തന്നെ ഒന്നും കൂടി റീപ്രോഗ്രാം ചെയ്ത് വീണ്ടും നിങ്ങളുടെ വിഷ് ലിസ്റ്റിലോ ടു ഡു ലിസ്റ്റിലോ ഒക്കെ അതൊക്കെ ഉൾപ്പെടുത്തുക. ചിലപ്പോൾ അന്ന് നിങ്ങൾ അത്തരം ഒരു കാര്യം അച്ചീവ് ചെയ്യാനോ അത് നേടിയെടുക്കാനൊന്നും ഉള്ള തയ്യാറെടുപ്പിലായിരുന്നിട്ടുണ്ടാവില്ല. അങ്ങനെ എഴുതിയ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ച ഒരു റെസൊല്യൂഷൻ ആയതുകൊണ്ടാവാം അത് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയത്. പക്ഷേ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതിന് ശ്രമിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ ചുറ്റിൽ വന്നിട്ടുണ്ടാവും, നിങ്ങൾ അതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടാവും, ഓൾറെഡി നല്ല വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ഇനി നിങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് വളരെ ഈസി ആയിട്ട് മുമ്പ് വിചാരിച്ചതിനേക്കാളും കൂടുതൽ മികച്ച രീതിയിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ നേടിയെടുക്കാൻ സാധിക്കുമായിരിക്കും. സോ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഹോപ്പും പ്രതീക്ഷയും കൈവിടാതെ തന്നെ പുതിയ റെസൊല്യൂഷൻസ് എടുക്കുക, പുതിയ ഗോൾസ് സെറ്റ് ചെയ്യുക. മുമ്പുണ്ടായിരുന്ന റെസൊല്യൂഷൻസ് നടപ്പിലാക്കാൻ പറ്റാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തന്നെ കൂടുതൽ ഭംഗിയായി, കൂടുതൽ മികവുറ്റ രീതിയിൽ അത് റീപ്രോഗ്രാം ചെയ്ത് പുതുതായിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വളരെ ഐശ്വര്യമുള്ള, വളരെ സന്തോഷപൂർണ്ണമായ ഒരു പുതിയ വർഷം ആശംസിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. താങ്ക് യു.